ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും NDAയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന സൂചനകൾ പുറത്തുവരികയാണ്. ഇന്ത്യ മുന്നണി വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം പ്രതിപക്ഷ മുന്നണി ഇന്ത്യ സഖ്യത്തെ രൂപീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന നേതാവായിരുന്നു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ഓരോ സംസ്ഥാനത്ത് ചെന്ന് പ്രതിപക്ഷ നേതാക്കളെയൊക്കെ കണ്ട് സഖ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ നിതീഷ് കുമാറിന് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നടന്ന ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിലൊക്കെ ഉണ്ടായ കല്ലുകടികൾ, അതൃപ്തി, അതൊക്കെ നിതീഷ് കുമാറിനെ വീണ്ടും തിരിച്ചു ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും ഇന്നോ നാളെയോ ആയി തന്നെ ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് സൂചനകൾ വരുന്നത്. ഇനി എന്താകും ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പ്, ഏത് രീതിയിലായിരിക്കും, എത്രത്തോളം വെല്ലുവിളികളും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അജിംസ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അപ്പോഴാണ് മമതാ ബാനർജി ഇടഞ്ഞിരിക്കുകയാണ്. പഞ്ചാബിൽ ഭഗവന്ത് മാൻ ഇതുവരെ ഇപ്പോൾ ഇനി അങ്ങോട്ട് സഖ്യത്തിലില്ല എന്ന രീതിയിൽ പറയുന്നു, ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് പറയുന്നു. നിതീഷ് കുമാറും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നു. എന്താകും മുന്നണിയുടെ ഭാവി? നിതീഷ് കുമാറിന്റെ ഈ ഒരു സംഭവം ഇപ്പോൾ വീണ്ടും തിരിച്ച് BJPയിലേക്ക് പോകുന്നുള്ളത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതവണ പറഞ്ഞപ്പോൾ 2013 നരേന്ദ്രമോദിയെ NDA പ്രൈം മിനിസ്റ്റർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് ആദ്യമായി അതുവരെ NDA സഖ്യത്തിലുണ്ടായിരുന്ന ആൾ മാറുന്നത്. ഈ മോദിയെ പറയുന്നത് ശരിയല്ല, മോദിയെ പ്രധാനമന്ത്രിയാകുന്നത് ശരിയല്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ നിലപാട്. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നു, തിരിച്ചു വീണ്ടും BJPയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ JDUയിലേക്ക് വരിക, BJPയിലേക്ക് പോവുക. ഇപ്പോൾ ഇതൊരു 4ാമത്തെ തവണയാണ് ഇപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃത്യതയുള്ള നിലപാടല്ല അദ്ദേഹത്തിന്. ഒന്ന്, ഈ BJPയുമായിട്ടുള്ള അലയൻസ് JDUവിന് സീറ്റ് നഷ്ടം ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പരാതി. JDUവിൻ്റെ ശക്തി കുറഞ്ഞു വരുവാണ്, NDA അലയൻസിൽ BJPക്ക് ശക്തി കൂടി വരുവാണ് ചെയ്തത്. അവിടെ ഇപ്പോൾ നിലവിൽ അറ്റ് പ്രസൻറ്റ് BJPയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഈ നിലവിൽ. ഇപ്പോൾ JDU RJD സഖ്യമുണ്ടെങ്കിൽ പോലും 80-ലധികം സീറ്റുമായിട്ട് BJPയാണ് അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ BJPക്ക് തീരെ വേരോട്ടം ഇല്ലാത്തൊരു സ്ഥലമാണ് ബീഹാറിൽ അവർ കൂട്ടുകക്ഷി BJP എവിടെയും അങ്ങനെ തന്നെയാണ്, കൂട്ടുകക്ഷിയായി നിൽക്കുക. അപ്പോൾ മണിപ്പൂരിൽ നോക്കുക, മണിപ്പൂരിൽ അവർ 1-2 സീറ്റൊക്കെ ഉണ്ടായിരുന്ന കക്ഷിയാണ്, അവർ ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്, അവർക്ക് ആരും സഹായ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് എല്ലായിടത്തും. ഇപ്പോൾ ബീഹാറിൽ മഹാരാഷ്ട്രയിൽ ശിവസേന സൈഡാക്കി അവർ മെയിനായി. അപ്പോൾ ഇത് ബീഹാറിൽ സംഭവിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ് നിതീഷ് കുമാർ തിരിച്ചറിഞ്ഞിട്ടാണ് JDUവിൻ്റെ ഒപ്പം മഹാഗഡ്ബന്ധനം ഉണ്ടാക്കുന്നത് തന്നെ. പക്ഷെ ആ മഹാഗഡ്ബന്ധനം ഉണ്ടാക്കുന്നത് എത്ര നാളത്തേക്ക് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എങ്ങനെയാണ് നിതീഷ് കുമാർ ഈ രാഷ്ട്രീയ നിലപാട് മാറ്റുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നിതീഷ് കുമാർ ആയിരുന്നു ഈ ഇന്ത്യ മുന്നണിയുടെ തുടക്കക്കാരൻ, അയാൾ തന്നെയാണ് മുൻകൈ എടുത്തത്. ആ മുൻകൈ എടുത്ത നിതീഷ് കുമാറിനെ തന്നെ തിരിച്ച് BJPയിലേക്ക് കൊണ്ടുവരാൻ അമിത്ഷായ്ക്ക് കഴിയുമെങ്കിൽ അമിത്ഷാ ഈസ് എ മൈറ്റി പവർ. അയാൾക്ക് ഭയങ്കരമായ അധികാരങ്ങളുണ്ട്, ഭയങ്കര സ്വാധീനമുണ്ട്, ഭയങ്കര ശക്തിയുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. നിതീഷ് കുമാറിൻ്റെ മേൽക്കൈയിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ തന്നെ എനിക്ക് അതിൽ സംശയം ഉണ്ടായിരുന്നു. കാരണം ഇയാളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പലതവണ കൂറുമാറുന്ന ആളാണ്, കൃത്യമായ നിലപാടില്ലാത്ത ആളാണ്. പക്ഷേ അയാൾ കൂറുമാറുമ്പോൾ BJP വിടുമ്പോഴൊക്കെ അയാൾ വളരെ കൃത്യമായ ഒരു പ്രിൻസിപ്പളിൻ്റെ പുറത്താണ് വരിക. ഇപ്പോൾ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുജറാത്ത് കലാപത്തിൻ്റെ പാപക്കറ കയ്യിലുള്ള ആളാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പുറത്തു വന്നത്. പിന്നീട് BJPയിൽ നിന്ന് അദ്ദേഹം പോരുന്നത് എന്താണെന്ന് വെച്ചാൽ BJPയിലേക്ക് പോകാനുള്ള കാരണം ഈ GST നടപ്പാക്കിയപ്പോൾ അത് നല്ലതാണ് എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് CAA വരുമ്പോഴാണ്, CAA പ്രഖ്യാപിക്കുമ്പോഴാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. അതായത് BJPയിലേക്ക് പോകാൻ പ്രത്യേകിച്ച് പ്രിൻസിപ്പിൾ ഒന്നും അല്ല, NDAയിലേക്ക് പോകാൻ ഇതൊന്നും വേണ്ട. പക്ഷെ തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രിൻസിപ്പിൾ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കും, എന്തുകൊണ്ടാണ് JDUവിന് സീറ്റ് കുറയുന്നത് എന്നും എന്തുകൊണ്ട് ജനങ്ങൾ എത്രമാത്രം അവർ വിശ്വസിക്കുന്നു നമ്മൾ നോക്കിയാൽ മതി. പിന്നെ പലതരം ഓഫറുകൾ ഉണ്ടാവാം. നിതീഷ് കുമാറിനെ പറ്റി ഏറ്റവും കൂടുതൽ ബീഹാർ ഭരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുള്ള ഒരാളാണ്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്നൊരു മുഖ്യമന്ത്രിയാണ്. പക്ഷെ ഒരു തരത്തിലുള്ള അഴിമതി കേസുമില്ല അദ്ദേഹത്തിനെതിരെ. ശ്രദ്ധിച്ചോ? അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഇല്ല. അപ്പോൾ മഹാഗഡ്ബന്ധന്റെ ഭാഗമായിട്ട് JDUവിൻ്റെ ഒപ്പം ഭരിക്കുമ്പോഴും ഒരു അഴിമതി കേസ്, ഒരു EDയും നിതീഷ് കുമാറിൻ്റെ വീട്ടിൽ പോകുന്ന കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിതീഷ് എന്തിനു വേണ്ടി നിൽക്കുന്നു, നിതീഷ് എങ്ങോട്ട് പോകുന്നു നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ നിതീഷിൻ്റെ അധ്യക്ഷതയിലാണ് ഫസ്റ്റ് ഇന്ത്യ യോഗം നടന്നത്, ശരി. പക്ഷേ നിതീഷിനെ പ്രതീക്ഷിച്ചല്ല ഇന്ത്യ മുന്നണി രൂപം കൊള്ളുന്നതാണ് മറ്റൊരു കാര്യം. നിതീഷ് ഇല്ലെങ്കിൽ പോലും ലാലു പ്രസാദിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും തേജസ്വി യാദവിൻ്റെയും മതേതര പ്രതിബദ്ധതയിൽ, ഫാഷിസ്റ്റ് വിരുദ്ധതയിൽ ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. എന്തായാലും JDUവിനേക്കാൾ വലിയ കക്ഷി തന്നെയാണ് RJD ബീഹാറിൽ. അതിലാർക്കും ഒരു തർക്കമില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി NDAയുടെ ഭാഗമായിട്ടിരുന്നുള്ള ആളാണ്. പക്ഷേ നിലവിൽ അവർ BJPയെ എതിർക്കുന്നത്, NDAയെ എതിർക്കുന്നതിൽ ഇന്ത്യ മുന്നണിയിൽ മറ്റാരെങ്കിലും സംശയമുണ്ടോ?
അവരുമായിട്ട് തർക്കമുണ്ട് എന്നുള്ളത് ശരി, അത് പരിഹരിക്കുമെന്നാണ് പലരും പറയുന്നത്. പിന്നെയും ആളുകൾക്ക് കോൺഗ്രസിന് തന്നെ അത്ര ആത്മവിശ്വാസമില്ലാത്ത ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി BJPയുടെ ബി ടീമാണെന്ന് പലപ്പോഴും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ അറ്റ് പ്രസൻറ്റ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും BJP ഒരു ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അവർ 2 മന്ത്രിമാരകത്ത് കിടക്കുകയാണ്. കെജ്രിവാൾ എപ്പോൾ ഉള്ളകത്തേക്ക് പോകാന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അവരെയും ഇപ്പോൾ സംശയിക്കേണ്ട ആവശ്യമില്ല. നിതീഷ് പോയ പോട്ടെ എന്ന് വെക്കണം ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ്, അതിനെ തകർക്കേണ്ടത് ആരുടെ ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ. ഇന്ത്യ മുന്നണി എന്ന പേരിൽ തന്നെ ഇനിയിപ്പോൾ കുറച്ച് കക്ഷികൾ കുറഞ്ഞോട്ടെ, കുറേ പേര് മാറി നിന്നോട്ടെ, ആ മുന്നണി നിലനിൽക്കേണ്ടത് ഈ നിലവിലെ ഭരണത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന അല്ലെങ്കിൽ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് ആ ഒരു ടോക്കണായിട്ടെങ്കിലും ആ മുന്നണി നിലനിൽക്കണം. അതിൽ എത്ര പേരുണ്ട് എന്നുള്ളത് പ്രസക്തമല്ല. യെസ്, അങ്ങനെയാണെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ താഴെയിറക്കും എന്നൊക്കെയാണ് ഖർഗെ പറഞ്ഞത്. അടുത്ത ഓഗസ്റ്റ് 15-ന് പതാക ഉയർത്താൻ പോകുന്നത് പ്രധാനമന്ത്രി വീട്ടിലിരിക്കട്ടെ, നരേന്ദ്രമോദി വീട്ടിലിരുന്ന് പതാക ഉയർത്തട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ പബ്ലിക് റാലിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ അജിംസ് പറഞ്ഞ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ നേതാവിനെയോ കണ്ടുകൊണ്ട് രൂപീകരിച്ചതല്ല. അങ്ങനെ രൂപീകരിക്കാൻ പറ്റില്ല. ഇന്ത്യ മുന്നണി ഒരു കോൺസെപ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിലവിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പറയുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് ആഭിമുഖ്യമുള്ള ഒരു ഭരണ സംവിധാനം അതിനെ മറിച്ചിടണം. മറിച്ച് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ, അതാണല്ലോ ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിയുടെ പേരിൻ്റെ തന്നെ അർത്ഥം. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഐഡിയ ഓഫ് ഇന്ത്യ അത് നിലനിൽക്കണം എന്ന ആഗ്രഹമാണ് ഈ മുന്നണിയുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ ഘടകകക്ഷികൾ അവർക്ക് പലതരത്തിലുള്ള വിരുദ്ധമായ താല്പര്യങ്ങളുണ്ടാകും. പ്രാദേശികമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും. ആ താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും ഉണ്ടാകും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്തരം സംഘർഷങ്ങളും താല്പര്യങ്ങളുടെ സംഘടനയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ വളരെ മെയ്വഴക്കത്തോടു കൂടി മറികടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മുന്നണിയുടെ വിജയം. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മുന്നണിയിലെ മേജർ പ്ലെയർ ആരാണോ അവരാണ്. ഇപ്പോൾ അത് കോൺഗ്രസ്. അപ്പോൾ അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ ഈ JDയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലാണ് ഈ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ആരും ഓതറൈസ് ചെയ്തില്ല. JDയുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവാദപ്പെട്ട നേതാവും ഇത് അനുകൂലമായ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. എന്നാൽ എതിരായിട്ടുള്ള ചില പ്രസ്താവനകൾ വരുന്നുണ്ട്. എനിവേ നമുക്കത് അറിയില്ല. പക്ഷേ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ബീഹാറിലെ എന്ന് മാത്രമല്ല ഇന്ത്യൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലെ തന്നെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന കപൂരി താക്കൂറിൻ്റെ 100ാം ജന്മദിനാഘോഷങ്ങൾ നടക്കുകയാണ്. അതിലൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ തവണത്തെ ഭാരത് രത്ന അങ്ങേർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ മെറ്റിക്കുലസ് പ്ലാനിങ് ആണ്. വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മൂവാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭാരത് രത്ന ആകട്ടെ, പത്മശ്രീ ആവട്ടെ, പത്മവിഭൂഷൺ, ഇതൊക്കെ വിതരണം ചെയ്യുന്നതിൽ BJP സർക്കാർ കാണിക്കുന്ന, BJP രാഷ്ട്രപതിയാണത് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അതിലുള്ള സ്മാർട്ട്നെസ് ഉണ്ടല്ലോ, അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. വളരെ എങ്ങനെയെങ്കിലും അവിടെ ഇവിടെ കൊടുക്കുക എന്നുള്ളതല്ല, വളരെ സൂക്ഷ്മമായ പ്ലാനിങ്ങോടുകൂടി ചെയ്തത് നല്ല കാര്യം. പ്രാഞ്ചിയേട്ടന്മാരെ ഇതിന് പരിഗണിക്കുന്നില്ല. BJPയുടെയും RSSൻ്റെയും BJPയുടെ രാഷ്ട്രീയ പദ്ധതിയെയും RSSൻ്റെ സാംസ്കാരിക പദ്ധതിയെയും വിജയിപ്പിക്കാൻ ആവശ്യമായ ലക്ഷ്യം വെച്ചുള്ള പ്രിസിഷൻ ടാർഗറ്റ് എന്ന് പറയാവുന്ന അതിസൂക്ഷ്മമായ സെലക്ഷനാണ് അതിൽ നടക്കുന്നത്. അതിൽ തംസ് കൊടുക്കുക തന്നെ വേണം. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതാണ് കപൂരി താക്കൂർ എന്ന് കൊടുക്കാനുള്ളത്. അദ്ദേഹത്തിന് 100ാം ജന്മദിന ആഘോഷം നടക്കുകയാണ്. ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ഈ പറയുന്ന ലല്ലു പ്രസാദ് യാദവ്, ശരത് യാദവ്, പിന്നെ രാംവിലാസ് പാസ്വാൻ, നിതീഷ് കുമാർ, മുലായം സിംഗ്, ഇന്ത്യയിലെ ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഗോഡ് ഫാദറാണ്. ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം ആദരിക്കപ്പെടുന്ന ഒരു നേതാവില്ല. അപ്പോൾ അദ്ദേഹത്തെ ഭാരത് രത്ന കൺഫർ ചെയ്യുമ്പോൾ അതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമുണ്ട്. ഇനി ഇപ്പോൾ ഉണ്ടായുള്ള പ്രശ്നങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മേളനത്തിൽ നിതീഷ് കുമാർ ഡിനാസ്റ്റി പൊളിറ്റിക്സിനെതിരെ, കുടുംബ രാഷ്ട്രീയത്തിനെതിരെ ഒരു പ്രസ്താവന നടത്തുന്നു. അപ്പോൾ അത് ആർക്കെതിരെയാണ് എന്നുള്ള ഒരു ചർച്ച വരുന്നു. അപ്പോൾ അത് ലാലു പ്രസാദ് യാദവിനെതിരാണ്. കാരണം തേജസ്വിയാണ് അവിടെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നത്. സോണിയാഗാന്ധിക്കെതിരെയാണ്. ഇങ്ങനെയൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങൾ വരുന്നു. അതിൽ ലാലുവിൻ്റെ മകളെന്തോ ട്വീറ്റ് ചെയ്യുന്നു, അത് നിതീഷിനെ ഇച്ചിരി പ്രകോപിപ്പിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണോ ഈ വാർത്തകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു കോണ്ടെക്സ്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം ഈ നാഷണൽ മീഡിയ ഇങ്ങനെ അടിച്ചുവിടുന്ന വാർത്തകൾ അത് ശരിയാകുമെന്നറിയില്ല. ഒരുപക്ഷെ സംഭവിച്ചേക്കാം. കാരണം നിതീഷിൻ്റെ ട്രാക്ക് ഹിസ്റ്ററി അങ്ങനെയാണ്. പക്ഷേ അതേസമയം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്,
നേരത്തെ ഇവിടെ ജിംസ് പറഞ്ഞ മാതിരി BJP ഈ അലയൻസ് പൊളിറ്റിക്സിലൂടെ എല്ലായിടത്തും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലയൻസ് പൊളിറ്റിക്സിലൂടെ കയറുക, അധികാരത്തിൽ കയറുക, ഇങ്ങനെ ചെതലരിക്കുന്നത് പോലെ ഇങ്ങനെ ഈ ഘടകകക്ഷിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ അതാണ് ചെയ്തത്, മണിപ്പൂരിൽ അതാണ് ചെയ്തത്. ഇത് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിലാണ് ഇദ്ദേഹം പുറത്തേക്ക് ചാടുന്നത് കേട്ടോ, ബീഹാറിലും. രണ്ടാമത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ബീഹാർ ഹിന്ദി ഹൃദയഭൂമിയിൽ BJP ഇതുവരെയും ഒറ്റയ്ക്ക് ഭരിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനമാണ്. ഇത്രയും സഖ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് ബീഹാറിലെ ഈ സെക്യുലർ പൊളിറ്റിക്സിൻ്റെ ശക്തിയാണ് അത് കാണിക്കുന്നത്. നിതീഷും ഒരിക്കലും എനിക്കത് നിതീഷ് ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഒരു പരിധിക്കപ്പുറം BJP പോകരുത് എന്നുള്ള നിശ്ചയം കൊണ്ടുകൂടിയായിരിക്കും. സെക്യുലർ ഒക്കെ അദ്ദേഹം NDAയിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കോർ അതിപ്പോഴും സെക്യുലറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നും രാജ്യത്തെ ഈ പറയുന്ന സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ റൈറ്റ് വിങ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ് ബീഹാർ. അത് JDU NDAയിൽ പോയി അവിടെ അധികാരത്തിലിരിക്കുമ്പോഴും BJPയുടെ ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സ് അവിടെ വിലപ്പോകാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം തന്നെയാണ് ബീഹാറിലുള്ളത്. അപ്പോൾ നിതീഷ് എന്ന് പറഞ്ഞാൽ എഴുതി തള്ളേണ്ട ഒരാളല്ല, അവിടുത്തെ ഏറ്റവും ജനകീയനായ നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് ഭരിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പോയാലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നൊക്കെ ഡയലോഗ് അടിക്കാം, പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രീയ പ്രതിഭ അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യെസ്, അതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാർ മുന്നണി വിടുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഈ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഈ പ്രതിസന്ധികളെ, വെല്ലുവിളികളെയൊക്കെ എങ്ങനെ ഇന്ത്യ മുന്നണി മറികടക്കും എന്നതാണ് കണ്ടറിയേണ്ടത്.